ക്രിസ്തുനാഥ സ്നേഹവന്ദനം പ്രിയരെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ശരീരം, മനസ്സ്, ആത്മാവ് ഇവ തമ്മിലുള്ള വേർതിരിവുകളെ കുറിച്ചാണ്. അപ്പോൾ അത് പഠിക്കുന്ന പുസ്തകം നമ്മൾ സദൃശവാക്യമാണ്. അപ്പോൾ സദൃശവാക്യത്തിൽ ഒന്നാം അധ്യായം 8-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വിഷയത്തിനകത്ത് അതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവരുടെ മക്കളെ ചൊല്ലി വിഷമിക്കുന്ന ഒരു വിഷയമുണ്ട്, ആ യൗവന കുഞ്ഞുങ്ങളെ കുറിച്ച്. അപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് നിന്റെ യൗവനം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ അതിൻ്റെ അകത്ത് ഈ ലോകത്തിലൊരു സിസ്റ്റം ഉണ്ട്, നമ്മളെ തെറ്റിച്ച് കളയുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തെ നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ആ യൗവന കുഞ്ഞുങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ആക്രമണങ്ങളാണ് ഇത് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ച് നമ്മുടെ യൗവനം ഈ പ്രതിസന്ധികളിൽ പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. പ്രിയരെ, അപ്പം നമുക്ക് വചനം നോക്കാം. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 7-ാം അധ്യായത്തിൽ പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന് ആരംഭമാകുന്നു. അടുത്ത പറയാം, ദോഷന്മാർ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭോഷന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഭോഷന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സും കൊണ്ട് പ്രവർത്തിക്കുന്നവരെയാണ്. ശരീരവും മനസ്സും കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഭോഷന്മാരെന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതെല്ലാം നമ്മളും ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോയത്. എന്തുകൊണ്ടാണ് ഭോഷന്മാർ എന്താ പറയുന്നത്? ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പൊ ഈ ശരീരവും മനസ്സും കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ആത്മാവിലെ ചിന്തകളെ കുറിച്ച് മനസ്സിലാക്കുവാനോ തിരിച്ചറിവ് പ്രാപിക്കുവാനോ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഭോഷന്മാർ പറഞ്ഞത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവർ ജ്ഞാനവും നിരസിക്കുന്നു, പ്രബോധനവും നിരസിക്കുന്നു. അപ്പൊ ജ്ഞാനവും പ്രബോധനവും നൽകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലാണ്. അപ്പൊ ഇത് രണ്ടും നിരസിക്കുന്നു. അടുത്ത വിഷയം പറയുന്നത്, മകനെ അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും ചെയ്യരുത്. പ്രിയരെ, ഇത് നമുക്ക് രണ്ട് രീതിയിൽ സംസാരിക്കാം. ഒന്ന്, സ്വർഗീയ പിതാവിന്റെ പ്രബോധനം നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മാവിലേക്ക് ദൈവം തരുന്ന ജ്ഞാനം ഒരിക്കലും നിങ്ങൾ നിരസിച്ച് കളയരുത്. അപ്പൊ അതൊരു രീതിയിൽ ചിന്തിക്കാം. അതുപോലെ തന്നെ അമ്മയുടെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളും അതിനെ നമ്മൾ ഉപദേശമായി നമുക്ക് ഏറ്റെടുക്കാം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൗതികമായി ചിന്തിക്കാം. നമ്മളെ ജനിപ്പിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ നിങ്ങൾ നിരസിച്ച് കളയരുത്. നിങ്ങളുടെ അപ്പൻ പറയുന്നത്, നിങ്ങളുടെ അമ്മ പറയുന്നത് നിരസിക്കരുത് കുഞ്ഞുങ്ങളോട്. അത് ഇത് യൗവനക്കാരോട് പറയുകയാണ്. കാരണം ഇത് ടീനേജ് പ്രായത്തിന്റെ അകത്ത് നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് വരുന്ന ഒരു പ്രതികൂല സാഹചര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രതിസന്ധി കൂടി കയറി ഇറങ്ങിപ്പോയാൽ വരുമ്പോൾ ചിലവരതിനകത്ത് പെട്ടുപോകും, ചിലവർ അതിനകത്ത് നിന്ന് ജയിച്ചു വരും. അപ്പൊ നമുക്കൊരു കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അപ്പൊ ആ ലക്ഷ്യം അർത്ഥം പറയാം, മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിയിൽ പെട്ടുപോകരുത്. പാപികൾ നിന്നെ വശീകരിക്കും. അപ്പൊ പാപികൾ എങ്ങനെയാണ് നമ്മളെ വശീകരിക്കുന്നത്? പാപികൾ എന്ന് പറയുന്നത് എന്താണ്? പാപികൾ എന്ന് പറയുന്നത് ശരീരവും മനസ്സും കൊണ്ട് ജീവിക്കുന്നവർ. അവർ ആത്മാവിൽ ജീവിക്കുന്നവരല്ല. ദൈവിക പ്രകാശനം ലഭിക്കാത്ത ജനങ്ങളെയാണ് പറയുന്നത് ശരീരം മനസ്സെന്ന് പറയുന്നത് പാപികൾ. അപ്പൊ പാപികൾ ഈ പാപികൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരുടെ വഴിയിലേക്ക് ശരീരവും മനസ്സുകൊണ്ട് അവർ ജീവിച്ചു പോവുക. അപ്പൊ ആ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുവാൻ നമ്മളെ എന്ത് ചെയ്യും? തന്റെ മക്കളെ പ്രലോഭിപ്പിക്കും. അപ്പൊ അതാണ് പറയുന്നത്, മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ നിങ്ങൾ വഴിയിൽ പെട്ടുപോകരുത്. അപ്പൊ എന്താ വഴി? അപ്പൊ ഇതിനകത്ത് വഴി നമ്മൾ മനസ്സിലാക്കണം. വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് വഴിയിൽ പെട്ടുപോകുന്നത് എങ്ങനെയാണ്? നമ്മൾ വഴി ശരീരം, മനസ്സ് പ്ലസ് ആത്മാവ്, ദൈവാത്മാവ്. അപ്പൊ നമ്മൾ വഴിയിൽ പെട്ടുപോകുന്ന സ്ഥലം എവിടെയാണ്? ശരീരവും മനസ്സുകൊണ്ട് നമ്മൾ ജീവിക്കും, അത് നമ്മുടെ കൂടെ ഉള്ളതാണ്. പക്ഷെ ഈ വഴി പെട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവും ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവിടെ വഴിയിൽ പെട്ടു. കാരണം അവന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലോക്കായി. ഇവിടെ ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് ബ്ലോക്കായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മാനസിക സംഘർഷങ്ങൾ, ഡിപ്രഷനുകൾ, അസ്വസ്ഥതകൾ, സമാധാനക്കേടുകൾ, എല്ലാ വഴികളും ഡിസോർഡർ ആയി പോകുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ വഴി ബ്ലോക്കായി പോകുന്നത്. അപ്പൊ ഇത് വഴി ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തോട് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കർത്താവിന്റെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നിരന്തരമായി ദൈവത്തോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വഴിയിൽ ഒരിക്കലും പെട്ടുപോകരുത്. നമ്മുടെ യാത്ര എങ്ങോട്ടായിരിക്കണം? ശരീരം, മനസ്സ്, അത് കഴിഞ്ഞ് അടുത്ത യാത്ര എന്തായിരിക്കണം? ആത്മാവും പിന്നെ ദൈവാത്മാവും. ഇവർ തമ്മിൽ ഒരുമിച്ച് വരണം. ഈ ആത്മാവും ദൈവാത്മാവോട് ഒരുമിച്ച് വരുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങളെ യാത്ര എപ്പോഴും യാത്ര കറക്റ്റ് ആയിരിക്കണം. വഴിയിൽ പെട്ടു പോകാതിരിക്കാൻ
ഈ മനസ്സെന്ന് പറയുന്ന സംഭവം നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ഈ മനസ്സിന്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ യാത്രയ്ക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കുന്ന അടുത്തൊരു വാക്ക് പറയാ, ഈ ലോകത്തിൽ നമുക്ക് എതിരെ തന്റെ ഈ ഭൂമിയിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് എതിരെ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അത് ദൈവം അവിടെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ഇത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ഈ ലോകത്തിന്റെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ അതിനെ ജയിക്കണം. അപ്പൊ അതിന്റെ ടാസ്ക് അടുത്ത് പറയുന്നത്, ഞങ്ങളോട് കൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്കുന്നു, നിർദോഷിയെ കാരണം കൂടാതെ പിടിച്ച് ഒളിച്ചിരിക്കുന്നു. പാതാളം പോലെ അവർ ജീവനോടെ, കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ അവർ സർവാംഗം വിഴുങ്ങിക്കളയാം. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകൾ കൊള്ള കൊണ്ട് നിറയ്ക്കുക. നിനക്ക് ഞങ്ങളോട് കൂടെ സംശയം കിട്ടും, നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കുന്നു എന്നിങ്ങനെ അവർ പറഞ്ഞാൽ. അപ്പൊ പ്രിയരെ, ഇതിനകത്ത് പാവികളായിരിക്കുന്ന വ്യക്തികൾ നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൂട്ടി യൗവനക്കാരെല്ലാവരും, കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്, ചെറുപ്പക്കാരികൾ എന്താ ചെയ്യുന്നത്, അവർ സ്കൂളിലും കോളേജിലൊക്കെ ചെല്ലുമ്പോൾ അവരൊരു വലിയൊരു ഗ്യാങ് ആകുന്നു, ഒരു കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, അനേക കൂട്ടുകാരിന്റെ കാര്യങ്ങൾ പറയുന്നു. അവർ ആ ലോകത്തിലൊരു സിസ്റ്റം ഉണ്ട്, ആ കൂട്ടുകെട്ടിലൂടെ സഞ്ചരിക്കുന്നു. നമുക്ക് മദ്യപിക്കാം, നമുക്ക് പ്രേമിക്കാം, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സെക്സ്വൽ ലൈഫിലേക്ക് പോകാം. അങ്ങനെ പല പല ചിന്തകൾ അവരുടെ അകത്ത് ഇങ്ങനെ കുറേ ചിന്തകൾ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മെമ്മറിയിലേക്ക്, ശരീരത്തിൽ, മനസ്സിന്റെ അകത്തേക്ക് നിറച്ചുകൊണ്ടിരിക്കും. ഇതൊരു ലോകത്തിനൊരു സിസ്റ്റമാണ്. ഈ ലോകത്തിന്റെ സിസ്റ്റം എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ലെവലാണ്. ഇത് ഭയങ്കര എന്തോ ഒരു സംഭവം അവിടെ ലഭിക്കും, അവരുടെ ലോകത്തിന് എന്തോ സംഭവമായി തീരുന്നു എന്നുള്ള തോന്നലുകൾ അവരുടെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് ഉണ്ടാകുന്നു. ഇതെന്താ ഉണ്ടാകാൻ കാരണം? എന്തൊരു സിസ്റ്റം ഇങ്ങനെ വെച്ചിരിക്കും, ഞങ്ങളുടെ കൂടെ വരിക. അപ്പൊ അറിയാം, പാവികൾ പറയാം, ഞങ്ങളോട് കൂടെ വരിക, ഞങ്ങൾ ഈ വഴിയിലൊക്കെ പോയി വലിയ സന്തോഷം അനുഭവിച്ചവരാണ്, ഞങ്ങൾ വളരെ സന്തോഷം അനുഭവിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയിലേക്ക് വരിക. അടുത്ത പറയാം, പാതാളം പോലെ പറഞ്ഞ നിർദോഷിയെ. അപ്പൊ നിഷ്കളങ്കമായി നടക്കുന്ന തന്നെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? കാരണം കൂടാതെ, ഒരു കാരണവും കൂടാതെ പിടിക്കുന്നു. പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ചെറുപ്രായത്തെ കുറിച്ച് നോക്കുക, അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ വളരെ നിഷ്കളങ്കതയോടെയാണ് നിങ്ങളുടെ ലോകത്തിലേക്ക് സഞ്ചരിച്ചത്. നിങ്ങൾ ചെയ്യാൻ പഠിക്കാൻ പോകുന്ന മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ പോകുന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോയത്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വേറൊരു കെണിയിലേക്ക്, അബദ്ധത്തിലേക്ക് വിട്ടുപോകുന്നു. നമ്മൾ ആൾക്കാർ നമ്മളെ വശീകരിക്കുന്നു. അവിടെ പെട്ടുപോയ ശേഷം നമുക്ക് അവിടെ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ വചനം എപ്പോഴും ഇത് തിരിച്ചറിയണം. കാരണം ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന. അടുത്ത പറയാം, പാതാളം പോലെ അവർ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ. അത് ഇതൊരു ഡീപ്പായിട്ടുള്ള കാര്യമല്ലേ, പാതാളം പോലെ. അപ്പൊ നമ്മുടെ ഭൂമിയിലെ അന്തർഭാഗത്തേക്ക് പോകുന്നത് പോലെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ സർവ്വാങ്ങ് അവരെ വിഴുങ്ങിക്കളയുന്നു. പ്രിയരെ, നമ്മുടെ മനസ്സിനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിന്റെ ഈ സിസ്റ്റം, നമ്മുടെ യൗവനത്തിലുള്ള എല്ലാ സിസ്റ്റവും നമുക്കുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനസ്സിനെ മൊത്തം അങ്ങ് വിഴുങ്ങിക്കളയും. ഈ മനസ്സിനെ മൊത്തം വിഴുങ്ങിക്കളഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ബ്ലോക്കായി. ഇവന് ഒരിക്കലും പിന്നെ ആത്മാവിലേക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവന് സമയം കിട്ടത്തില്ല. അവന്റെ മനസ്സ് എപ്പോഴും ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചിന്തിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അവൻ ഓവർ തിങ്കിങ് ആണ്. ആ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ, ഇന്ന വിഷയങ്ങൾ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ, അങ്ങനെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവനെ ഒരിക്കലും അവൻ ആത്മാവിലേക്ക് പോകാൻ പറ്റാതെ വഴി ബ്ലോക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയരെ, ഈ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയാൽ, നമുക്ക് ഈ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആത്മാവിലേക്ക് ജീവിക്കാൻ സാധിക്കും. അടുത്ത ഒരു വാക്ക് പറയുന്നത്, അവർ പിന്നെയും പറയാം, നമുക്ക് വലിയ സമ്പത്ത് കിട്ടും. നമ്മൾ ചെറുപ്രായത്തിലാണല്ലോ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണം, ജോലി ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ദുർനടപ്പ് യൂത്ത് വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് പെട്ടെന്ന് സമ്പന്നനായി തീരാൻ പറ്റും, പെട്ടെന്ന് കാശുകാരനായി തീരാൻ പറ്റും എന്നൊക്കെ ഇതിനകത്ത് പറയാം. നിങ്ങൾ ബഹുസമ്പന്നൻ, നിങ്ങൾ വലിയേറിയ സമ്പത്തൊക്കെയും കിട്ടും. നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും കൊള്ള കൊണ്ട് നിറയ്ക്കാം, മോഷ്ടിച്ച വസ്തുക്കൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നാണ്. അപ്പൊ പറയാം, നമ്മൾ സാധാരണ പറയാം, ഞാൻ ഈ വഴി തന്നെ യാത്ര ചെയ്തവരാണല്ലേ, ഇതൊക്കെ തന്നെയാണ് വഴി, ഇതിൽ കൂടുതലൊന്നും വഴിയില്ല, നമുക്ക് ഇതൊക്കെ സഞ്ചി, നമുക്ക് എല്ലാവരും വഴി ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി സിസ്റ്റം ഒരു ഇതാണെന്നുകൊണ്ട് അവർ മോട്ടിവേഷൻ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരും വിചാരിക്കും ഇതാണ് സത്യം. അപ്പൊ ഇതെല്ലാം ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾ ആത്മാവിൽ എത്തിച്ചേരരുത്. കാരണം യേശുവിലേക്കും നിങ്ങൾ ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ എത്തരുത്. ഇത് ലോകത്തിന്റെ ഒരു സിസ്റ്റം, ആഗ്രഹമാണ്. കാരണം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വഴിയിലേക്ക്, സ്വർഗീയ പിതാവിന്റെ, ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ അകത്തേക്ക് എവിടെ വന്നാലും ആത്മാവിലേക്ക് വരാൻ തുടങ്ങും.
വഴി ബ്ലോക്ക് ആകാതെ നേരായ വഴിയിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇത് നിങ്ങളെപ്പോഴും ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദൈവമായിട്ടുള്ള യൗവനക്കാരെ നിങ്ങൾ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുകയും, അപ്പോൾ ഓർക്കുവാൻ പറ്റാത്ത വണ്ണം അവർ നിങ്ങൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിളിച്ചു വരുത്തിയില്ലെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ പിന്തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിയണത് നമുക്കൊരു തെറ്റായ വഴികളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പ്രാപിക്കണം. അത് പ്രാപിച്ചാലാണ് അടുത്ത പറയാ, മകനെ നീ അവരുടെ വഴിയിൽ പോകരുത്. മകനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴി എന്താണ്? ഈ ശരീരം മനസ്സുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുടെ കൂടെ നീ സഞ്ചരിക്കരുത്. അപ്പൊ അതാ പറയുന്നത്, നീ ദൈവത്തോട് കൂടെ ചേർന്ന് ഇരിക്കുകയാണ് പറയാം. നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും ചെയ്യരുത്. അപ്പം ദൈവത്തിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ഇതേ അവസ്ഥയിൽ ശരീരവും മനസ്സുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. പിതാവേ, എനിക്ക് അതിൽ നിന്നൊരു തിരിച്ചറിവ് നൽകി തരണം. എനിക്ക് പരിശുദ്ധാത്മാവിനോടും എൻ്റെ ആത്മാവിനോടും കൂടെ പറ്റിച്ചേർന്ന് ജീവിക്കുവാനുള്ള ശക്തി കൃപയിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവം ഈ വഴി ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആത്മാവിലേക്ക് സഞ്ചരിക്കുവാനുള്ള, ദൈവാത്മാവിനോട് കൂടെ ചേർന്ന് ജീവിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അതാ പറയാം, നിന്റെ കാൽ അവരുടെ പാതയിൽ ഒരിക്കലും വെക്കരുത്. അപ്പൊ ഇത് പിതാവായ ദൈവത്തിന്റെ ഒരു ബുദ്ധിപദേശമാണ് ചെയ്യുന്നത്. പ്രിയരെ, നിങ്ങൾ ഒരിക്കലും ഈ ശരീരം മനസ്സുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളോട് കൂടെ നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യരുത്. അപ്പൊ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ലോകത്തിലിരിക്കുന്ന എല്ലാ വ്യക്തികളും ആ ഒരു രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നത്. അവരോട് അങ്ങനെ സമ്പർക്കം പുലർത്തുന്നതല്ല പറയുന്നത്. അവർ ചെയ്യുന്ന തെറ്റായിട്ടുള്ള ചിന്തകളെ, അതൊക്കെ പറഞ്ഞു. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, പാവത്തെയാണ് വെറുത്തത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന പാവ സ്വഭാവത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യരുത്. മനുഷ്യനെ നിങ്ങൾക്ക് സ്നേഹിക്കാം. നിങ്ങളുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരന്മാരെ, സ്നേഹിതന്മാരെ എല്ലാവരും നിങ്ങൾക്ക് സ്നേഹിക്കാം. അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു കൈപ്പും പാടില്ല. പക്ഷെ അവരുടെ ഉള്ളിലുള്ള പാവപ്രവർത്തികൾ, ശരീരത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശാരീരികമായ പ്രവർത്തനങ്ങളിലേക്ക് ഒരിക്കലും നിങ്ങൾ പങ്കുചേരരുത്. ആ വഴി സഞ്ചരിക്കരുത്. നിങ്ങൾ വഴിയിൽ ഒരിക്കലും ബ്ലോക്ക് ആകരുത്. അപ്പൊ മനസ്സ് പ്രതിസന്ധികൾ കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവിൽ സഞ്ചരിക്കുക. ആത്മാവിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് എല്ലാം കിട്ടും. ആത്മാവിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. അപ്പൊ ആത്മാവിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അടുത്തൊരു ഗുണം വെച്ചാൽ ദൈവാത്മാവുമായിട്ടാണ് നിങ്ങൾക്ക് പിന്നെ ബന്ധം വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ എപ്പോഴും നമുക്ക് പ്രചോദനങ്ങൾ കിട്ടും, സന്തോഷം കിട്ടും, നമുക്ക് എപ്പോഴും ഉത്സാഹം ഉണ്ടാകും. അപ്പൊ നമുക്കൊരു ബലം നമുക്ക് ലഭിക്കും. അപ്പൊ ഈ ഒരു ബലം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്തിലിരിക്കുന്ന സിസ്റ്റത്തിന്റെ സുഖവും സന്തോഷവും എന്തിനാണ്? ദൈവത്തിന്റെ യഥാർത്ഥ സന്തോഷം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സന്തോഷത്തിന്റെ പുറകെ പോകും, ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് പ്രിയരെ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ കൂടുതൽ നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാം. ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.